ഹലോ. ഒലിവിയ ഡിസൈൻസുമായിട്ടുള്ള പ്രശ്നങ്ങളും അതിന്റെ കോൺട്രവേഴ്സീസും അതിന്റെ ന്യായീകരണങ്ങളുമാണല്ലോ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. അപ്പോൾ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി നമ്മുടെ ഒലിവിയ ഡിസൈൻസ് അൽത്താഫ് വ്ലോഗിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പാർട്ടായിട്ടാണ് അത് അപ്ലോഡ് ചെയ്തത്. അത് അവരുടെ ചാനലിൽ അൽത്താഫ് വ്ലോഗിന്റെ ചാനലിൽ വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതേസമയം ഈ ന്യായീകരണങ്ങളിൽ അവരുടെ ജസ്റ്റിഫിക്കേഷൻസിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അങ്ങനെയാണ് കാര്യങ്ങൾ, നമ്മൾ ന്യായമല്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സത്യസന്ധമല്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ, കള്ളത്തരങ്ങൾ പറയുമ്പോൾ ന്യായീകരിക്കാൻ കുറേ പണിപ്പെടേണ്ടി വരും. അവിടെ കൂടിച്ചേരാത്ത കുറേ ഭാഗങ്ങളുണ്ടാവും. നമ്മളൊരു കള്ളം പറയുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ഒരു 100 കള്ളം പറയേണ്ടി വരും. അതിലുപരി ഒരു കള്ളത്തരം പറഞ്ഞാൽ ആ കള്ളത്തരം ഓർത്തിരിക്കേണ്ടതുണ്ട്. അതായത് കള്ളം പറയുന്നതും സത്യം പറയുന്നതും തമ്മിലുള്ള ഏറ്റവും പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മൾ ഒരാളോട് കള്ളം പറയുന്നുണ്ടെങ്കിൽ ആ കള്ളം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. സത്യം പറയുമ്പോൾ ആ പ്രശ്നമില്ല, കാരണം നെക്സ്റ്റ് ടൈം ആ ചോദ്യം വന്നാലും അതേ കാര്യം തന്നെ പറഞ്ഞാൽ മതി. പക്ഷേ കള്ളത്തരം പറയുമ്പോൾ എന്താണ് തങ്ങൾ പറഞ്ഞത് എന്ന് ഓർത്തിരിക്കേണ്ടി വരും. കാരണം നെക്സ്റ്റ് ടൈം ആ ചോദ്യം വരുമ്പോൾ ഇതേ ഉത്തരം തന്നെ പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ കള്ളം പിടിക്കപ്പെടും എന്നതാണ് പ്രശ്നം. അതും സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം അവിടെ തന്നെ കിടക്കും. നിങ്ങൾ ഡിലീറ്റ് ചെയ്യാത്തടത്തോളം കാലം, ഈവൻ ഇഫ് നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ പോലും മറ്റൊരാൾ അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റൊരാൾ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത് കാണാൻ പറ്റും. അതുകൊണ്ട് കള്ളത്തരം സോഷ്യൽ മീഡിയയിൽ ഒഴിവാക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒലിവിയ ഡിസൈൻസിന്റെ ആ ഇന്റർവ്യൂയിലേക്ക്, അശ്വതി എന്ന് പേരുള്ള അച്ചൂസിന്റെ ഇന്റർവ്യൂയിലേക്ക് നമുക്കൊന്ന് പോകാം. കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദ്യത്തെ ഭാഗം ഒന്ന് കാണാം. അക്കോമഡേഷൻ അതേപോലെ 11 മണി തൊട്ട് 5 മണി വരെ വർക്ക്, അതിൽ 3 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. ശേഷം നിങ്ങൾക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇവിടെ അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള 25,000 എന്ന് പറയുന്ന ഒരു സാലറി ആണ് ഇവിടെ കൊടുക്കുന്നത്. ഫിക്സഡ് അല്ല, നമുക്ക് കമ്മീഷനാണ്. അപ്പൊ മാഡം എന്തുകൊണ്ട് ആ ഒരു പരസ്യത്തിൽ 25,000 വരെ എന്തെങ്കിലും പറയാത്തത്? ഇല്ലെങ്കിൽ ഓക്കെ, അടുത്ത ഞാൻ പറഞ്ഞു വെക്കാം. ഫ്രീ ഫുഡ് അക്കോമഡേഷൻ ഫുഡ് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മാഡത്തെ കാണിച്ചു തരാം. അത് വർഷങ്ങൾക്ക് മുമ്പുള്ള പരസ്യം. ഞാൻ ഇപ്പൊ കൊടുക്കുന്ന എന്റെ. അപ്പോൾ ആദ്യത്തെ കാര്യം സാലറി തന്നെയാണ്. സാലറിയുടെ കാര്യം അൽത്താഫ് പറയുന്നത് 25,000 എന്നാണ്. 25,000 മുൻപത്തെയാണ്. ഇപ്പോൾ ജൂൺ 13 അപ്ലോഡ് ചെയ്ത ഷോർട്സിൽ പറയുന്നത് 40,000 പ്ലസ് അക്കോമഡേഷൻ എന്നാണ്. ശരിയാണ്, അവർ പറയുന്ന ഒരു കാര്യം സത്യസന്ധമാണ്. അവർ ഫുഡിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ പറയുന്നത് 40,000 രൂപ സാലറി ഉണ്ടെന്നാണ്. പക്ഷേ ഈ കാര്യം തന്നെ അവർ ഇന്റർവ്യൂവിൽ ഖണ്ഡിക്കുന്നു. ഇന്റർവ്യൂവിൽ അവർ പറയുന്നു 40,000 രൂപ സാലറി അല്ല, ഇവിടെ കമ്മീഷൻ ആണെന്നാണ്. കമ്മീഷനും സാലറിയും തമ്മിലുള്ള വ്യത്യാസം മിസ് അശ്വതിക്ക് അറിയാം എന്ന് കരുതുന്നു. സാലറി എന്ന് വെച്ചാൽ ശമ്പളമാണ്. കമ്മീഷൻ എന്ന് വെച്ചാൽ അഡീഷണൽ ചെയ്യുന്ന ജോലികൾക്ക് അല്ലെങ്കിൽ എക്സ്ട്രാ കൊണ്ടുവരുന്ന പ്രോഫിറ്റിനുള്ള ഇൻസെൻറ്റീവാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പെസിഫിക് പെർസെൻറ്റേജ് ആണ് കമ്മീഷനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കമ്മീഷനും സാലറിയും രണ്ടാണ്. അതും 40,000 രൂപ എന്ന് നിങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ കുറവല്ല നിങ്ങൾ പറയുന്നത്. 40,000 രൂപ സാലറി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്മീഷൻ എന്നുള്ള ചോദ്യം തന്നെ ഇല്ല. അവിടെ തന്നെ നിങ്ങൾ ആദ്യത്തെ കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ കള്ളം അവിടെ തന്നെ പൊളിഞ്ഞു. 25,000 എന്ന് നിങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, പഴയ വീഡിയോയിലാണ് അക്കോമഡേഷൻ ഫുഡും ഫ്രീ ആണെന്ന് പറയുന്നത്. അന്ന് അങ്ങനെയായിരുന്നു. അന്ന് 699-നും 799-നുമാണ് നിങ്ങൾ ടോപ്പ് ഇട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അത്രയും സാലറിക്ക് നിങ്ങൾ കൊടുക്കാൻ പറ്റിയത്, അത്രയും ഫുഡും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റിയതെന്നൊക്കെ ശരിയാണ്, ഓക്കെ. പക്ഷേ ഇപ്പോഴത്തെ വീഡിയോയിൽ നിങ്ങൾ പറയുന്നത് 40,000 രൂപ ശമ്പളം കൊടുക്കുന്നു എന്നാണ്. ആ 40,000 രൂപ കിട്ടിയ ഒരാളെങ്കിലും കാണിച്ചു തന്നാൽ വളരെ നല്ല കാര്യമായിരിക്കും. അവിടെയും നിങ്ങൾ ഫൈൻ പിടിക്കുന്നുണ്ട് എന്നതല്ലേ അർത്ഥം. അത് മാത്രമല്ല, കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ 15,000 രൂപ വെച്ച് പിടിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. ആ പിടിക്കുന്ന കാശിനുള്ള റീസൺ ഇവരെന്തെങ്കിലും ഫോൾട്ട് ചെയ്താൽ, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, ഈ അയക്കേണ്ട ഡ്രസ്സസ് അയക്കാതെ വെച്ചിരുന്നാൽ ഒക്കെ അവരുടെ കയ്യിൽ നിന്ന് പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പൈസയാണ് നിങ്ങൾ വാങ്ങി വെക്കുന്നതെന്നാണ്. ഇവിടെ പറയുന്നുണ്ട് ഗൾഫിലുള്ള പലരും ഓർഡർ ചെയ്യും. ആ ഓർഡർ ചെയ്യുന്ന ഡ്രസ്സ് ഈ പെൺകുട്ടികൾ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വെക്കും, കാരണം അവർ ലീവിൽ വരുമ്പോൾ മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നൊക്കെ. ഇതൊക്കെ ഇവിടുത്തെ സിസ്റ്റമാണെന്ന് അറിയില്ല. ഇങ്ങനെ ഓർഡർ ചെയ്ത ഡ്രസ്സ് ഇവിടുന്ന് ഹോസ്റ്റലിൽ കൊണ്ടുപോയി വയ്ക്കുക, അതിനുശേഷം കസ്റ്റമർ വരുമ്പോൾ അയച്ചു കൊടുക്കുക, ഇതൊക്കെ ഒലിവിയയ്ക്ക് മാത്രമുള്ള സിസ്റ്റമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ബിസിനസ്സിൽ ഇങ്ങനെ നടക്കാൻ സാധ്യതയില്ല. ഒരു കസ്റ്റമർ ഇവിടെ ഇല്ല, വിദേശത്താണെങ്കിൽ മറ്റൊരു കസ്റ്റമർ അത് വാങ്ങും. അല്ലാതെ ഈ കസ്റ്റമർ പെർമനന്റ് കസ്റ്റമർ ആകുമ്പോൾ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യാം. പക്ഷെ അത് എത്ര ദിവസത്തേക്കാണ് ഈ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത്? മാസങ്ങളോളം നിങ്ങൾ എടുത്തു വയ്ക്കുമോ ഒരു കസ്റ്റമറിന് വേണ്ടി? അതൊക്കെ എന്ത് ബിസിനസ് തന്ത്രമാണ്, അല്ലെങ്കിൽ എന്ത് ബിസിനസ് സ്ട്രാറ്റജി ആണത് എന്ന് മനസ്സിലാവുന്നില്ല. അത് ആദ്യത്തെ കാര്യം.
അപ്പോൾ ആദ്യത്തെ കള്ളം തന്നെ പൊളിഞ്ഞു. 40,000 രൂപയാണ് നിങ്ങൾ സാലറി, ശമ്പളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കമ്മീഷൻ എന്നല്ല. അത് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ വീഡിയോയിൽ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത കാര്യം 10,000 രൂപ. അതെന്താണ് അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഇവിടെ ഒരാൾ വന്ന് മറ്റൊരാളെ കൊണ്ടുവരണമെന്നുണ്ടോ? അങ്ങനെയാണോ? എന്റെ അനുഭവം ജീവിക്കുമ്പോൾ നിങ്ങൾ 2 പേർക്ക് ജീവൻ കൊടുത്തില്ലെങ്കിൽ അങ്ങനെ വ്യക്തി അംഗീകരിക്കാൻ പറ്റില്ല. കർശന നിലപാടാണ്. ഇന്നേക്ക് 30 ദിവസത്തിനുള്ളിൽ 2 പേരെങ്കിലും ജോലി കൊടുക്കാത്തവർ 10,000 രൂപ ഫൈൻ അടച്ചിരിക്കാം. ഒരാൾക്ക് 5,000 വെച്ച് 2 പേർക്ക് 10,000 ഫൈൻ അടച്ചിരിക്കാം. ഇല്ലാത്ത മാഡം കൊണ്ടുവരാൻ പറഞ്ഞതിന് ശേഷം 2 പേരെ കൊണ്ടുവന്നിരിക്കണം. കൊണ്ടുവന്നില്ലെങ്കിൽ 5,000 രൂപ വീതം 2 പേർക്ക് 10,000 രൂപ കട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെ പറയുന്നത്. അൽത്താഫ് ഇപ്പൊ അങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞു. ഇങ്ങനെ എന്റെ സ്ഥാപനത്തിൽ സ്റ്റാഫുകളെ കൊണ്ടുവരാത്തതിന്റെ പേരിൽ ഞാൻ ഫൈൻ മേടിച്ച ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ ഒരാൾ മീഡിയയുടെ മുന്നിൽ വന്നാൽ ഞാൻ ചോദിക്കുന്നത് ഭർത്താവായിട്ടുള്ള വ്യക്തി പറഞ്ഞ കാര്യമാണ്. അത് ഞാൻ ചോദിക്കുന്നത്. അത് അപ്പൊ പുള്ളി പറഞ്ഞ കള്ളമാണ്. എന്ത് പുള്ളി ആ പറഞ്ഞ ഈ കള്ളമാണ്. മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് പറ. ഇപ്പൊ ഇവര് പറഞ്ഞത് കള്ളമാണ്. പുള്ളി ഫേക്കാ പറഞ്ഞു. അതായത് ഈ കേൾപ്പിച്ച മൊത്തം പുള്ളിയുടെ വോയിസ് ആണോ? അല്ല, പുള്ളിയുടെ വോയിസ് ഇവിടം തൊട്ട് ഇവിടം വരെ. ഞാൻ ചോദിക്കുന്നത് പുള്ളിയുടെ വോയിസിൽ പുള്ളി പറയുന്ന ഒരു കാര്യം, അതായത് നിങ്ങൾ 2 പേരെ കൊണ്ടുവന്നില്ലെങ്കിൽ 5,000, 10,000 നിങ്ങളുടെ കട്ടാക്കുമെന്ന് പുള്ളി പറഞ്ഞത് കള്ളമാണ്. മാഡം അത് എന്റെ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു റൂളിങ് ഒരാളുടെ കയ്യിൽ നിന്നും എന്റെ ഹസ്ബൻഡിന്റെ വോയിസ് തന്നെയാണെന്ന് എല്ലാ പ്രൂഫും ഒന്ന് തെളിയിപ്പിച്ചു തരണം. എനിക്കത് തെളിയിക്കണം. എന്റെ ഹസ്ബൻഡിന്റെ വോയിസ് ആണ് ഈ കംപ്ലീറ്റ് സ്ഥലങ്ങളിലും കേൾപ്പിക്കുന്നതെന്ന് എനിക്കൊന്ന് പ്രൂവ് ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ട്. ആ വോയിസ് അപ്പം മാഡത്തിന്റെ ഭർത്താവിന്റെ അല്ല. ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ അശ്വതിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി വോയിസ് അയച്ചിരിക്കുകയാണ്. ഇന്നേക്ക് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 2 പേരെ കൊണ്ടുവന്നില്ലെങ്കിൽ, നിങ്ങൾ 2 പേരെ ഇവിടെ ജോലിക്കായിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ 5,000 വെച്ച് 10,000 രൂപ ഞാൻ കട്ട് ചെയ്യുമെന്ന്. ഇത് അവർ കൃത്യമായിട്ട് നിഷേധിക്കുന്നുണ്ട്. അവർ പറയുന്നത് അവരുടെ ഹസ്ബൻഡിന്റെ വോയിസ് അല്ല എന്ന്. അതല്ലെങ്കിലും തങ്ങൾ അങ്ങനെ ആളെ എടുക്കാറില്ല എന്നും ഇങ്ങനൊരു റൂൾ ഇല്ല എന്നും അവർ കൃത്യമായിട്ട് പറയുകയാണ്. അങ്ങനൊരു കാര്യം തങ്ങളുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ടില്ല എന്ന്. അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. ഈ ഇന്റർവ്യൂവിൽ തന്നെ അവർ പറയുന്നുണ്ട് ആഴ്ചയിൽ 500ഓളം പേരാണ് ഇവിടെ ഇന്റർവ്യൂവിന് വരുന്നത്. അതിൽ കുറച്ച് പേര് മാത്രമാണ് അവരെടുക്കുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ ഇവിടെ ഇങ്ങനൊരു റൂൾ പറയേണ്ട ആവശ്യമില്ല. ഇനി ഈ പെൺകുട്ടികൾ പറയുന്നതും കൂടെ കേൾക്കാം ഈ കാര്യത്തെ പറ്റി. മേടിക്കുന്നത് അപ്പൊ ഇവിടുത്തെ സാറിന്റെ വോയിസിൽ ഇങ്ങനെ വന്നു, നിങ്ങൾക്ക് ഞാൻ ജോലി വന്നു, നിങ്ങൾ 2 പേരെ കൂടെ കൊണ്ടുവന്നില്ലെങ്കിൽ 5,000 വെച്ച് 2 പേർക്ക് 10,000 രൂപ ഫൈൻ മേടിക്കുമെന്ന്. ഞങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞത് സാർ ഉദ്ദേശിച്ചത് ആ 2 പിള്ളേർക്ക് കൂടെ നല്ല ജീവിതം കിട്ടട്ടെ, നല്ല സാലറിയിൽ അവരുടെ കുടുംബം രക്ഷപ്പെടട്ടെ എന്നോർത്താണ് സാർ അത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നില്ല. അത് അവരുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സാർ പറഞ്ഞത്. അല്ലാതെ ഇന്ന് വരെ ഫൈൻ ആ വോയിസ് സാറിന്റെ തന്നെ ആയിരുന്നു. സാറിന്റെ വോയിസ് തന്നെയായിരുന്നു അത്. അല്ലേ, ഇന്റർഫിയർ ചെയ്യല്ലേ കേട്ടോ. അപ്പൊ 2 കുട്ടികളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നില്ലേ 5,000 വെച്ച് ഫൈൻ മേടിക്കും. നമ്മളൊരു വോയിസ് ക്ലിപ്പ് കേൾക്കാനിടയുണ്ടായി. സാറ് പറയുന്നത്, അതായത് ഇവിടുത്തെ ഓരോ കുട്ടികളും ഒരാൾ 2 പേരെ കൊണ്ടുവരണം, അവർക്കൊരു ജീവിതം കൊടുക്കണമെന്നുള്ള രീതി, ഇല്ലെങ്കിൽ ഫൈൻ ഈടാക്കുമെന്ന് പറയുന്നുണ്ട്. ഫൈൻ ഈടാക്കുമെന്നൊന്നും സാർ പറഞ്ഞില്ല. വോയിസ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ സാർ ഇവിടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടില്ല, ഇവിടെയുള്ള കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാക്സിമം 2 പേരെയും കൊണ്ടുപോകും, അവർക്കൊരു ജീവിതം കൊടുക്കട്ടെ, അത്രയും നല്ലത്. അല്ലാതെ സാറ് ഫോഴ്സ് ചെയ്തില്ല, നിങ്ങൾ 2 പേരെ കൊണ്ടുപോകാം അല്ലെ 4 പേരെ കൊണ്ടുപോകാം, അവർക്ക് അല്ലെ കൊണ്ടുവന്നില്ലെങ്കിൽ ഫൈൻ കൊടുക്കുമെന്ന് അങ്ങനൊന്നും. പെൺകുട്ടികൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ അവർ പറഞ്ഞതിൽ കുറച്ചൊരു പാളിച്ച പറ്റി. ഇവർ പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ വോയിസ് ആണ്. തീർച്ചയായിട്ടും ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ വോയിസ് ക്ലിപ്പാണ്. പക്ഷേ ഈ ഫൈൻ എന്നുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ ആളെ കൊണ്ടുവരണം. നിങ്ങൾക്ക് ഇത്രയും എംപ്ലോയീസ് ഉണ്ട്, 3 മണിക്കൂർ മാത്രമാണ് ജോലി, 25,000 അല്ല ഇപ്പോൾ 40,000 ശമ്പളം പറയുന്നത്, അല്ലെങ്കിൽ കമ്മീഷൻ പറയുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ആളെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ്? നിങ്ങൾ തന്നെ പറയൂ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ആളെ കിട്ടുന്നില്ല? ആഴ്ചയിൽ നിങ്ങൾ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്, 40,000 ശമ്പളം കൊടുക്കുന്നുണ്ട്, 3 മണിക്കൂർ മാത്രമാണ് ജോലി, എന്നിട്ടും നിങ്ങൾക്ക് ഈ പെൺകുട്ടികളോട് പറയേണ്ടി വരുന്നു 2 പേരെ കൊണ്ടുവരാൻ. അപ്പോൾ അതിനുള്ള റീസൺ ഉണ്ടല്ലോ. പാവങ്ങൾക്ക്, കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത പാവങ്ങൾക്ക് നിങ്ങൾ ജോലി ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണല്ലോ. എന്ത് സത്കർമ്മമാണല്ലേ. അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. കാരണം കേരളത്തിൽ എല്ലാവരും ധനികരാണ്, എല്ലാവരുടെയും ആവശ്യത്തിലധികം കാശുണ്ട്. അതുകൊണ്ട് പാവങ്ങളെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ജോലി ആവശ്യമുള്ള അഭ്യസ്തവിദ്യരായ പെൺകുട്ടികളെ, 28 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവിടെ ജോലിയുള്ളവർക്ക് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നു, നിങ്ങൾ ആളെ കൊണ്ടുവരണം 2 പേരെ. പക്ഷെ 5,000, 10,000 എന്ന് പറഞ്ഞത് അത് നമ്മളല്ല, അത് നമ്മളേ അല്ല. അതിന് സൂപ്പർവൈസറും കൂടെ വരുന്നുണ്ട്. സൂപ്പർവൈസർ പറഞ്ഞാൽ അങ്ങനൊന്നും ഫൈനൊന്നും അടിക്കത്തില്ല, അങ്ങനൊന്നും ഇല്ല. ഇതേ ഇന്റർവ്യൂവിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ അൽത്താഫ് വരുന്ന കാര്യം ഇവരൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ ഈ പെൺകുട്ടികൾ പറയുന്ന മറുപടിയിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എല്ലാവരും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. കാരണം രാവിലെ മുതൽ അവർ ജോലി ചെയ്തിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ജോലി ചെയ്യാതെ വെയിറ്റ് ചെയ്ത് എന്തിനു വേണ്ടിയായിരുന്നു?
അൽത്താഫിന്റെ ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ അൽത്താഫിന് മറുപടി കൊടുക്കാൻ വേണ്ടി സജ്ജരായി നിൽക്കുകയല്ലായിരുന്നുവെങ്കിൽ രാവിലെ മുതൽ അവർക്ക് ജോലിയിൽ ഏർപ്പെടാമായിരുന്നല്ലോ. ആ പറയുന്ന ഭാഗം കൂടെ കേൾക്കാം. അൽത്താഫ് ഇപ്പം വരുന്ന വിവരം അവിടുത്തെ പിള്ളേർക്ക് അറിയത്തില്ല. ഞാൻ ഇവിടെ ഇരിക്കുവല്ലേ, ചെന്ന് ചോദിക്കും അവിടെ ലിപ്സ്റ്റിക് ഇടാത്തവർക്ക് എത്ര രൂപ ഫൈൻ. എന്റെ അൽത്താഫെ, മാങ്ങയുള്ള മാവേലിയെ കല്ലെറിയത്തുള്ളൂ. ഇന്ന് എനിക്ക് നേരെ ഒരു ആരോപണം വരുമ്പോ ഞാൻ സക്സസ് ആയി നിൽക്കുവാണ്. എന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ അതുപോലെ എന്ത് ആരോപണം പറഞ്ഞാലും നിങ്ങളൊക്കെ കേൾക്കുന്നവർ വിശ്വസിക്കും. എനിക്ക് അതായത് അൽത്താഫ് വരുന്ന കാര്യമൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. അവർ ജസ്റ്റ് ബൈ ചാൻസ് അൽത്താഫ് നോക്കി അദ്ദേഹം വന്നിട്ടുണ്ടല്ലോ എങ്കിൽ ചോദിക്കുന്നതിന് മറുപടി കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അവർക്ക് നേരത്തെ കുട്ടി അറിയത്തില്ലായിരുന്നു. ഇവർ കാണാതെ പഠിച്ച കാര്യങ്ങളും അല്ല പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാറുണ്ട്. ഇവർ മറുപടി പറയുമ്പോൾ ഉത്തരമെല്ലാം പറയുന്നത് ജോയ്സ് എന്നൊരു പെൺകുട്ടിയാണ്, പിന്നൊന്ന് വേറൊരു പെൺകുട്ടിയുണ്ട്, അതിന്റെ ഗ്ലാഡിസ് എന്ന മറ്റാണ് പേര്, പിന്നെ ഒരു സൂപ്പർവൈസർ. ബാക്കി എല്ലാവരും പിന്നിൽ നിൽക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിലും കാരണം അവർ അവിടെ ജോലി ചെയ്യുന്നവരാണ്, അവർക്ക് എത്രത്തോളം പറയാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് തന്നെ ഊഹിക്കാവുന്നതാണ്. പിന്നെ ഈ വിവാദം കൊണ്ടുണ്ടായ ഒരു നല്ല കാര്യം, ഈ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഒരു കംഫർട്ടബിൾ സോൺ ആയിരിക്കും ഇനി കിട്ടുന്നത്. അറ്റ്ലീസ്റ്റ് കുറച്ച് നാളത്തേക്കെങ്കിലും അവരെ നല്ല രീതിയിൽ തന്നെ നോക്കും. കാരണം ഇതിൽ നിന്നൊരാൾ പുറത്തുപോയി പിന്നെയും അപവാദം പറഞ്ഞാൽ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ കമ്പനി ക്ലോസ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒലീവിയ കമ്പനി ഞങ്ങൾ നിർത്താൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അതിനു മുമ്പ് ഈ 3 വർഷം മുമ്പ് ഒരു പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു ഇയാൾ. അതിൻ്റെ കേസൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഇപ്പോൾ 4 മാസം മുമ്പ് ഒരു പെൺകുട്ടിയെ 5 പേർ, ഈ സ്ഥാപനത്തിൽ 5 പേർ ചേർന്ന് മർദ്ദിച്ചിരുന്നു. 5 പെൺകുട്ടികൾ ചേർന്ന് കടയ്ക്കകത്തിട്ട് മർദ്ദിച്ചിരുന്നു. അത് 50% വികലാംഗയോ മറ്റോ ആയ ഡിസേബിൾഡ് ആയ ഒരു പെൺകുട്ടിയാണ് ഇവർ മർദ്ദിച്ചത്. 5 പേർ ചേർന്ന് ആ കാര്യം കൂടെ ഒന്ന് കേട്ടിട്ട് വരാം. ഒരു പെൺകുട്ടി ആക്രമിച്ചതല്ലേ? 5 പേർക്കെതിരെ കേസ് വന്നു. ഈ പെൺകുട്ടി അടിച്ചത് നിങ്ങൾ റൂൾ എല്ലാം നോക്കുന്നവരാണ്, ഫൈൻ ഈടാക്കുന്നവരാണ്. ഒരു പെൺകുട്ടിയായിട്ട് അടിച്ച് 5 പേർക്കെതിരെ കേസ് വന്നിട്ട് എന്തുകൊണ്ട് അവരെ പിരിച്ചുവിട്ടില്ല? അവർ ഏകദേശം 2 വർഷമായിട്ട് എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാ. ഇതൊക്കെ ആണ്. അവർ ഇന്ന് വരെയും ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന കുട്ടികളല്ല. അവര് മര്യാദക്കിരുന്ന സ്ഥാപനത്തിൽ വന്ന് ട്രെയിനിങ്ങിന് വന്ന ഒരു കുട്ടി ഡോറ് വലിച്ചു പിടിച്ച് അടച്ചിട്ട് ഇങ്ങനെയല്ല, ഇത് ഈ രീതിയിലുള്ള തോന്നിവാസം കാണിക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്ന് ചെവിക്കുറ്റി നോക്കി അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞാനും പ്രതികരിക്കും, കേൾക്കുന്ന വേറൊരാളാണെങ്കിലും പ്രതികരിക്കും. ഇങ്ങോട്ട് വന്ന ഒരാളെ അടിച്ച് അവരുടെ കൂട്ടുള്ളവരെ അവരടിക്കാൻ അവർ ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഇന്ന് വരെ അവർ ഒരാളെ അടിക്കാൻ പോയവരല്ല. പക്ഷെ അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. പെൺകുട്ടി വന്ന് ഡോർ വലിച്ചടച്ചു, അതിന്റെ ദേഷ്യത്തിൽ 5 പേര് ചേർന്ന് മർദ്ദിച്ചു. എന്തല്ലേ? അപ്പോൾ ഈ ഓഫീസിൽ CCTV ക്യാമറ ഒന്നും ഇല്ലായിരുന്നു? ഇല്ല. അതും പറയുന്നുണ്ടവർ. ഈ ഓഫീസിലേക്ക് വന്നിട്ട് 8-9 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ CCTVയുടെ പണി നടക്കുകയാണ്. പണി നടക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഈ വിവാദം ഉണ്ടായതുകൊണ്ടാണ്. അത് നമ്മൾ ക്ലിയർ ചെയ്യും, ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം. അപ്പോൾ കടയുടെ ഡോർ വലിച്ചടച്ചതിന്റെ ദേഷ്യത്തിൽ 5 പേർ ചേർന്ന് മർദ്ദിച്ചു. അതിൽ തന്നെ ഇവർ പറയുന്നുണ്ട്, ഈ പെൺകുട്ടികളോട് നിങ്ങൾ അടിക്ക്, ഞാൻ നോക്കിക്കോളാം എന്ന് ഇയാൾ പറയുന്നത്. പറഞ്ഞു എന്ന് പറഞ്ഞ ശേഷം പിന്നെ പെട്ടെന്ന് അവർ തിരുത്തുന്നുണ്ട്, അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല, മുകളിൽ TV കണ്ടുകൊണ്ടിരിക്കുകയെന്ന് ഇയാൾക്കൊന്നും അറിയത്തില്ല. എന്നാൽ പെൺകുട്ടിയുടെ മൊഴി പ്രകാരം ഈ 5 പെൺകുട്ടികൾ ചേർന്നാണ് ആ പെൺകുട്ടിയെ മർദ്ദിച്ചത്. CCTV ഇല്ലാത്ത ലക്ഷങ്ങൾ വ്യാപാരം നടക്കുന്ന കട ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഈ CCTV ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്നതാണ് സത്യം. ഇനി നിങ്ങൾ പറയുകയാണ്, ഓക്കെ പുതിയതായിട്ട് വന്നതാണ്, 8-9 മാസമേ ആയുള്ളൂ ഈ കടയിലേക്ക് വന്നിട്ടെന്നാണെങ്കിൽ 3 വർഷം മുമ്പ് ഇതുപോലെ സംഭവം ഉണ്ടായിരുന്നു. അന്ന് ഇവർ ഒരു പെൺകുട്ടിയെ മർദ്ദിച്ചു കടയ്ക്കുള്ളിൽ. ഇവർ പറയുന്നത് ജംഗ്ഷനിൽ വെച്ച് മർദ്ദിച്ചു എന്ന കേസ്. അങ്ങനെയല്ല ആ കേസ്. അന്ന് കടയ്ക്കുള്ളിൽ വെച്ച് മർദ്ദിച്ചു എന്നായിരുന്നു കേസ്. ആ 3 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഷോറൂമിൽ എന്തുകൊണ്ട് CCTV ഇല്ലായിരുന്നു? ഓക്കെ, നിങ്ങൾ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് വന്നതുകൊണ്ട് CCTV ഇല്ല, ഇപ്പോൾ പണി നടക്കുന്നേ ഉള്ളൂ, ഗ്രേറ്റ്. പക്ഷേ 3 വർഷം മുമ്പും നിങ്ങളുടെ കടയിൽ CCTV ഇല്ലായിരുന്നു. അതായത് ഒരിക്കലും നിങ്ങളുടെ കടയിൽ CCTV ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് CCTV ക്യാമറ ഇല്ല? എന്തുകൊണ്ട് നിങ്ങളത് വെക്കാൻ മടിക്കുന്നു? അത് നിങ്ങൾ ഉത്തരം പറയേണ്ട കാര്യമാണ്. നിങ്ങൾ പറയുമായിരിക്കും ഇപ്പോൾ പുതിയതായിട്ട് വന്നുകൊണ്ട് റെനോവേഷൻ നടക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ, പല കാര്യങ്ങളും ബാക്കിയുണ്ട്. പക്ഷേ ഇതുവരെയുള്ള കടകളിൽ എന്തെങ്കിലും CCTV ഉണ്ടായിട്ടുണ്ടോ? അന്നത്തെ കേസ് തേഞ്ഞു മാഞ്ഞു പോയി. അന്നത്തെ കേസ് ക്ലോസ് ചെയ്തു. എങ്ങനെ ക്ലോസ് ചെയ്തു? ആര് ക്ലോസ് ചെയ്തു? അന്നത്തെ പോലീസ് കമ്മീഷണർ, പോലീസ് മേധാവി തന്നെ, ജില്ലാ പോലീസ് മേധാവി തന്നെ ഇടപെട്ട കേസാണ്. അത് എങ്ങനെ തീർന്നു എന്ന് പടച്ച തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം അന്ന് തെളിവുമില്ല, പരാതിക്കാരി ഏതെങ്കിലും രീതിയിൽ ഒതുക്കി തീർത്തതാണ്. കാരണം ഇവർക്ക് സ്വന്തമായിട്ട് ലീഗൽ അഡ്വൈസറുള്ള ആളാണ്. അതിൻ്റെ കാര്യം ഇവർ പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇവർ കട പൂട്ടാൻ പോവുകയാണ്, നിർത്താൻ പോവുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് കേൾക്കാം.
വീഡിയോ ചെയ്യുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പൊ ഞാൻ കേസിന്റെയും കാര്യങ്ങളുടെയും ഒക്കെ പുറകിന് പോയാൽ എനിക്കിത് വീഡിയോ എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ കുറച്ച് നാളത്തേക്ക് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നെ പബ്ലിക്കിന്റെ മുന്നിൽ വ്യക്തിപരമായി ആക്ഷേപിച്ച് ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. അൽത്താഫെ, എന്റെ പ്ലാറ്റ്ഫോം, എന്റെ ഇൻസ്റ്റഗ്രാം എടുക്കുക, യൂട്യൂബ്, എന്നെ ലൈവിൽ കൂടെ വന്ന് പുച്ഛിച്ച് ചിരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് വരെ എന്റെ പേരെടുത്ത് എന്നെ അപഹാസ്യപ്പെടുത്തിയ വ്യക്തികളോട് പോലും ഞാൻ മറുപടി കൊടുക്കാതെ എന്റെ പിള്ളേർക്ക് വേണ്ടി, ഞാൻ പിള്ളേരെന്നാണ് വിളിക്കുന്നത്, അവർക്ക് വേണ്ടി ഒരു ദിവസം പോലും ഞാൻ ഒന്നിനും പുറകെ പോകാതെ കംപ്ലീറ്റ് എന്റെ വീടിന് പുറത്തിറങ്ങാതെ ഇവിടെ നിന്നപ്പോൾ ഞാൻ ഗ്യാപ്പ് എടുക്കുന്നത് മാളത്തിൽ കയറി ഒളിക്കാനോ അല്ലെങ്കിൽ ഈ വരുന്ന ഇത്രയും വീഡിയോസ് കണ്ട് പേടിച്ചങ്ങ് ഓടാനോ ഒന്നുമല്ല. എനിക്ക് ലീഗൽ അഡ്വൈസർ ഉണ്ട്. ആ ലീഗൽ അഡ്വൈസറെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എതിരെ പറയുന്നവർക്ക് ക്യാഷ് ഇല്ലായിരിക്കാം, പക്ഷെ എനിക്ക് ക്യാഷ് ഉണ്ട്. ഞാൻ അത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇത്രയും വന്ന ഇത്രയും ഇതും അവർ തെളിയിക്കണം. ഞാൻ നിയമപരമായിട്ട് മുന്നിൽ വിട്ട് എനിക്ക് ഇത്രയും വന്ന ഇത്രയും ഇതും. അതെ, അവർ കട നിർത്താൻ പോവുകയാണ്. ഇതൊക്കെ ഒന്ന് ആറി തണുക്കാൻ വേണ്ടി മാത്രം. അതിനിടയ്ക്ക് അവരുടെ സ്വരത്തിൽ ചെറിയൊരു ഭീഷണിയോടുകൂടി, ചെറിയൊരു ഭീഷണിയല്ല, ഒരു വ്യക്തമായ ഭീഷണി തന്നെയാണ്. ഇവർ ഭയങ്കര ശാന്തമായിട്ട് ഭയങ്കര പാവമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലെ ധിക്കാരം ഇടയ്ക്കിടയ്ക്കെങ്കിലും പുറത്തു വരുന്നുണ്ട്. അവർ ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് പറയുന്നത്, എനിക്ക് ലീഗൽ അഡ്വൈസർ ഉണ്ട്, എനിക്ക് ക്യാഷ് ഉണ്ട്. അതായത് ഇനി ഏതെങ്കിലും പെൺകുട്ടി കേസും കൂട്ടമായിട്ട് വന്നാൽ അല്ലെങ്കിൽ വരാൻ തുനിഞ്ഞാൽ അവർക്ക് ഒരു ഭീഷണിയാണ് ഈ പറഞ്ഞത്. കാരണം എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, നിങ്ങളെ ക്യാഷ് ഇല്ലായിരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗവൺമെൻറ് അഡ്വക്കേറ്റിനെ വെക്കാം, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ലീഗൽ അഡ്വൈസറുണ്ട്, ഞാൻ അയാളെ വെച്ച് കേസ് വാദിക്കും, നിങ്ങൾക്കെല്ലാം പണി കിട്ടും. പിന്നെ ഈ കട അടയ്ക്കുന്നതിൻ്റെ കാര്യം ഞങ്ങൾ നിർത്താനൊന്നും പോകുന്നില്ല. എനിക്ക് ഈ ലീഗൽ കാര്യങ്ങളുമായിട്ട് പോകേണ്ടതുള്ളതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതല്ലാതെ യാതൊരു കാര്യമില്ല. ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഓഫ് കോഴ്സ് ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം, പക്ഷേ ഇത്തരം പരിപാടികളുമായിട്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിലും വലിയൊരു ആരോപണം ഇതിന് പിന്നാലെ വരുന്നുണ്ട്. ആ ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. എങ്കിൽ പോലും അത് ചോദിക്കേണ്ട ഒരു കടമയുണ്ട്. അതായത് ഇവിടെ കുട്ടികളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ മതം കൊണ്ടുവരുന്നു എന്നൊരു ഇത്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ, അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ഇവിടെ എടുക്കത്തില്ലെന്ന്. അതിലെന്താണ് മാഡത്തിന്റെ ക്ലാരിഫിക്കേഷൻ? അതാരാണ് അങ്ങനെ ഒരു അലിഗേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തു, അത് വ്യക്തമായിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കട്ടെ, ഒരു മുസ്ലിം കുട്ടി ഈ സ്ഥാപനത്തിൽ തട്ട് വിട്ട് നിൽക്കണം എന്ന് നിർബന്ധമുണ്ടോ? അവരെ നിങ്ങളെ വ്യൂ ചെയ്യുന്നിടത്ത് എന്റെ സ്ഥാപനത്തിൽ മുസ്ലിം കുട്ടികൾ ഇല്ല എന്ന് പറയാൻ കാരണം ഈ നിൽക്കുന്ന കുട്ടികളുടെയൊക്കെ ജാതിയും മതവും നെയിം പ്ലേറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിക്കും. അത് ചോദിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ എടുക്കില്ല, ക്രിസ്ത്യൻ ആണെങ്കിൽ എടുക്കില്ല, ഹിന്ദു ആണെങ്കിൽ എടുക്കില്ല എന്ന് അറിയാനല്ല. ബയോഡേറ്റയ്ക്കകത്ത് എന്തിനാ നമ്മുടെ മതവും ജാതി എഴുതുന്നത്? ഞാൻ ചോദിക്കുന്നു പറയുന്നു, എന്തിനാണ് ബയോഡേറ്റ എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്ത് 2 കോളം കൊടുത്തേക്കുന്നത്? എന്തിനാണ്? ജാതിയും മതവും. ചോദിക്കുന്നതല്ല, ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ അൽത്താഫെ ബയോഡേറ്റ വേണ്ടേ? ആ ബയോഡേറ്റയ്ക്കകത്ത് കൊടുത്തേക്കുന്ന ഓരോ കാര്യങ്ങളും എന്തൊക്കെ ഫിൽ ചെയ്യാനുള്ള അതിനകത്ത് 2 കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന ജാതിയിലും മതത്തിലും ഉള്ളവർ ഇവിടെ പാടില്ല എന്നൊരു വ്യവസ്ഥ ഉണ്ടോ എന്ന് മാത്രമേ ഒലീവിയുടെ പരസ്യത്തിലുണ്ടോ? ഞാൻ ഇട്ടിട്ടുണ്ടോ? ഒരിടത്തും പറഞ്ഞിട്ടില്ല മുസ്ലിം കുട്ടികളില്ല. ഉണ്ടോ? ഇല്ല. അതാ ഞാൻ ചോദിക്കാം. അങ്ങനെ ഒരു അലിഗേഷൻ വന്നതുകൊണ്ടാണ് മാഡത്തോട് ചോദിച്ചത്. ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്റെ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കുക, മുസ്ലിം കുട്ടികളെ എടുക്കില്ല എന്നുള്ള ഒരു വോയിസ് ക്ലിപ്പ്. ഇപ്പൊ ജോലി ചെയ്യുന്നതിനകത്തിലില്ല. എത്രയോ ഞാൻ എല്ലാ ആൾക്കാരും അവിടെ നിൽക്കുന്നവര് മുസ്ലിം കുട്ടിയുടെ ഒരു കുട്ടിയുടെ അമ്മ മുസ്ലിമാണ്, ഒരു കുട്ടിയുടെ അമ്മ മുസ്ലിമാണ്. അമ്മയല്ലേ ചോദിക്കുന്നത്, വ്യക്തികളല്ലേ? 18 വയസ്സ് കഴിഞ്ഞ എല്ലാവരും വ്യക്തികളല്ലേ? ചോദ്യം വളരെ ക്ലിയർ ആണ്. മുസ്ലിങ്ങളെ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ മതപരമായ വേർതിരിവുകൾ ഇവിടെ ഉണ്ടോ എന്ന്. അതിനവർ ഡയറക്റ്റ് മറുപടി പറയുന്നില്ല. അവർ ഉരുണ്ട് ശരീരമാകെ ചെളി പറ്റിക്കുകയാണ്. അല്ലാതെ ഉത്തരം അവിടെ വരുന്നില്ല. ബയോഡാറ്റ ചോദിക്കും. ഓക്കെ, ബയോഡാറ്റ ചോദിക്കാം. എല്ലാം നമ്മളുടെ സ്കൂളിൽ ചേർന്നാലും എവിടെ ചേർന്നാലും ബയോഡാറ്റ ചോദിക്കും. അതിനകത്ത് റിലീജിയനും കാസ്റ്റും ചോദിക്കും, ജാതിയും മതവും ചോദിക്കും. ഓക്കെ, ചോദിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മതപരമായ വേർതിരിവുകൾ ഒരു ജോലിയിലും ഇതുവരെ കണ്ടിട്ടില്ല. എക്സെപ്റ്റ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ, മതപരമായ സ്ഥാപനങ്ങളിൽ, അമ്പലമോ പള്ളിയോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, മസ്ജിദോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലിക്ക് കയറണമെങ്കിൽ മതപരമായ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതുപോലൊരു സ്ഥാപനത്തിൽ മതപരമായ വേർതിരിവുകൾ ഒരിക്കലും കേരളത്തിൽ അറ്റ്ലീസ്റ്റ് വിസിബിളി ഉണ്ടായിട്ടില്ല. അവർ പറയുന്നത് എൻ്റെ എവിടെയെങ്കിലും വീഡിയോയിൽ പറഞ്ഞോ? ഇല്ല, പറയില്ല. എൻ്റെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂൾ ബുക്കിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിറ്റേന്ന് നിങ്ങളുടെ സ്ഥാപനം പൂട്ടും. അത്ര വലിയ നിയമ നടപടിയായിരിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പറയാത്തത്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, ഇപ്പോഴാരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല.
അവർക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഉണ്ട് അവർ പറയുന്നു ഇല്ല അങ്ങനെ ആരും വർക്ക് ചെയ്യുന്നില്ല, മുമ്പ് ഉണ്ടായിരുന്നു ഏതൊരു സുറുമയോ മറ്റോ പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വേർതിരിവ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാകാൻ സാധ്യത വളരെയധികമാണ്. അപ്പോഴും അവർ പറയുന്നത് എൻ്റെ മുസ്ലിം കസ്റ്റമേഴ്സിനെ പറ്റിയാണ്, അല്ല മുസ്ലിം എംപ്ലോയീസിനെ പറ്റിയല്ല. അല്ലെങ്കിൽ അവിടെ മുസ്ലിം എംപ്ലോയീസ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഡയറക്റ്റ് ആൻസർ ആയിട്ട് പറയാമായിരുന്നു, ഇപ്പോൾ എനിക്ക് എൻ്റെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തില്ല, പക്ഷേ ഇഷ്ടംപോലെ പേർ ജോലി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 1-2 പേരുടെ പേർ വേണമെങ്കിൽ പറയാം, പറഞ്ഞില്ലെങ്കിലും കൃത്യമായ കോൺഫിഡൻസോടുകൂടി അവർക്ക് പറയാമായിരുന്നു. ഇവിടെ അവർ മറുപടി പറയുന്നില്ല, അവർ വഴുകി പോവുകയാണ്. അവർക്ക് ആത്മവിശ്വാസത്തോടെ മറുപടി പറയാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം അവിടെ വേർതിരിവുണ്ട് എന്ന് തന്നെയാണ്. ഇത്തരം വേർതിരിവുകൾ നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒലിവിയ ഡിസൈൻസ് ന്യായീകരണവുമായിട്ട് വന്ന് ആകെ പാളിപ്പോയ അവസ്ഥയിലാണ്. അവിടെ ന്യായീകരണങ്ങളെല്ലാം കപടമാണ്, ഒട്ടും സത്യസന്ധമല്ല, ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. എല്ലാം തേച്ച് മിനിക്ക് പറയാൻ പ്രിപ്പയർഡായി കുറച്ച് എംപ്ലോയീസിനെ നിർത്തി 30-40 പേരുണ്ടെന്ന് തോന്നുന്നു. എല്ലാ ആഴ്ചയും 500 പേരെ വെച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന 40 പേരാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാം എന്തായിരിക്കും ആ സ്ഥാപനത്തിലെ വർക്കിംഗ് കണ്ടീഷൻ, ഏത് രീതിയിലായിരിക്കും അവർ അവിടുത്തെ എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒലിവിയ ഡിസൈൻസിന് എല്ലാവിധ ആശംസകളും. ഇത്തരം തരികിട പരിപാടികൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം അധികകാലം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്ന് നിങ്ങളെ ഒന്ന് അറിയിച്ചുകൊള്ളട്ടെ. കാരണം ജനങ്ങൾ റിയാക്ട് ചെയ്താൽ ഏതൊക്കെ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നതെന്നും ഏതൊക്കെ രീതിയിലാണ് പണി വരുന്നതെന്നും അറിയാൻ പറ്റില്ല.